ദേശീയപാത വികസനത്തിന് ഏറ്റെടുത്ത ക്ഷേത്ര ഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഹൈവേ വികസനത്തിനായി 25-ലധികം ക്ഷേത്രങ്ങളിൽ നിന്നായി വിട്ടുനൽകിയത് 455 ഏക്കർ ഭൂമിയും ക്ഷേത്ര നിർമ്മിതികളുമാണ്. തിരുവനന്തപുരത്ത്, കൊല്ലത്തും ആലപ്പുഴയിലുമെല്ലാം വ്യാപകമായി ഭൂമി നഷ്ടം ഉണ്ടായി. നഷ്ടപരിഹാര തുകയായി അനുവദിച്ച കോടികൾ സർക്കാർ കൈക്കലാക്കിയത് ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ശരിയാണ്. പ്രജിത്ത്, നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകി വരികയാണ്. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുമുണ്ട്. ക്ഷേത്രഭൂമികളെ എല്ലാ അർത്ഥത്തിലും ഞെരുക്കുക, കൊള്ളയടിക്കുക, അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നുവോ? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ ആലപ്പുഴ ജില്ലയിലെ നഷ്ടമായ ഭൂമിയെക്കുറിച്ചും അവിടുത്തെ ബിൽഡിങ്ങുകളെക്കുറിച്ചും അതിൽ സർക്കാർ ഏകദേശം 27 കോടിയോളം രൂപ കൈപ്പറ്റിയിരുന്നതുമാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ മറ്റ് ജില്ലകളിലെ കണക്കുകളിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ക്ഷേത്രഭൂമി, ഏതാണ്ട് 4.55 ഏക്കർ ഭൂമിയാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി വിവിധ ദേവസ്വം ഗ്രൂപ്പുകളിൽ നിന്നായി ഈ ഹൈവേ വികസനത്തിനായി വിട്ടു നൽകിയത്. ഇവയിൽ പലതിലും ക്ഷേത്രഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ നിത്യോപയോഗ വരുമാന മാർഗങ്ങളായിട്ടുള്ള ലോഡ്ജുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതാണ്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 4.55 ഏക്കർ ഭൂമി ദേവസ്വം ബോർഡിൻ്റെതായി ഈ ഹൈവേ വികസനത്തിനായി വിട്ടു നൽകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണക്കുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തിരുവനന്തപുരം വർക്കല ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന തിരുവാറാട്ടുകാവ് ദേവസ്വത്തിൻ്റെ മാത്രം 1.10 ഏക്കർ ഭൂമിയാണ് ഹൈവേ വികസനത്തിനായി വിട്ടു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരത്തെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള ഉള്ളൂരിലെ തോന്നൽ ക്ഷേത്രം, കഴക്കൂട്ടത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേവതാ ക്ഷേത്രമായിട്ടുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയുടെ എല്ലാം ഭൂമി ഏതാണ്ട് 9 സെൻറ്റ് വീതമൊക്കെ ഇങ്ങനെ നഷ്ടമായിട്ടുള്ള സാഹചര്യമുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളിലേക്ക് വരുമ്പോൾ കൊല്ലം ജില്ലയിലേക്കും സമാനമായ രീതിയിൽ അതിൽ കരുനാഗപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട നഗരകേന്ദ്രങ്ങളിൽ നിന്നും നല്ല രീതിയിൽ ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ കൊല്ലത്തെ കൊറ്റംകുളങ്ങരയും പടനായർകുളങ്ങരയും പുതിയകാവും വരെയുള്ള 6 ദേവസ്വങ്ങൾക്ക് മാത്രമായി ഏതാണ്ട് 85 സെൻറ്റ് ഭൂമിയാണ് ഇങ്ങനെ വിട്ടു നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കണക്കുകൾ നമ്മൾ കഴിഞ്ഞ തവണ പുറത്തു കൊണ്ടുവന്നതാണ്. അതിൽ ഈ ഹരിപ്പാടും വൈക്കവും അമ്പലപ്പുഴയും അടക്കമുള്ള ദേവസ്വം ഗ്രൂപ്പുകളിലെ 16 ക്ഷേത്രങ്ങളിൽ നിന്നായി, ആ 16 ക്ഷേത്രങ്ങളിൽ നിന്നും അവയുടെ ഉപക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെയായി 2.51 ഏക്കർ ഭൂമി ആ ജില്ലയിൽ മാത്രം ഏറ്റെടുത്തു. അതിൻ്റെ 27 കോടി രൂപയാണ് സർക്കാർ സ്വന്തം ഖജന അക്കൗണ്ടിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായത്. ഈ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 2.4 ഏക്കർ ഭൂമിയാണ് ആകെ സർക്കാർ ഈ പറയുന്ന രീതിയിൽ ഹൈവേ വികസനത്തിനായി ദേവസ്വം ബോർഡുകളുടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് വിട്ടു നൽകിയത്. അതിന് എത്ര രൂപ നഷ്ടപരിഹാരമായി ലഭിച്ചു, ഈ തുക ആരുടെ കയ്യിലാണ്, ഈ തുകയും സർക്കാർ വാങ്ങിയെടുത്തോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ദേവസ്വം ബോർഡ് ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നേരത്തെ 2023 പുറത്തിറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡുകളുടെ ഈ ഭൂമികളുടെ തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൈക്കലാക്കിയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 27 കോടി രൂപയാണെങ്കിൽ 2.51 ഏക്കറിന് 27 കോടി രൂപ സംസ്ഥാന സർക്കാർ കയ്യിലാക്കിയിട്ടുണ്ടെങ്കിൽ 2.4 ഏക്കർ ഭൂമിക്ക് എത്ര കോടി രൂപ സംസ്ഥാന സർക്കാർ കയ്യിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള കരുനാഗപ്പള്ളി, കഴക്കൂട്ടം, ഉള്ളൂർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നാണ് ഹൈവേ വികസനത്തിൻ്റെ പേരിൽ ഇത്രയധികം ഭൂമി വിട്ടു നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിലവിൽ സംസ്ഥാന സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ക്ഷേത്രഭൂമികളുടെ നഷ്ടപരിഹാര തുക കൈക്കലാക്കിയേക്കുന്നത് ഏതാണ്ട് ഒരു 50 കോടിയെങ്കിലും വരുമെന്നുള്ളതാണ് നിലവിലത്തെ ഏകദേശ കണക്കുകൂട്ടൽ. വിവരാവകാശ രേഖ പ്രകാരമുള്ള മറുപടികൾ വളരെ വൈകിപ്പിച്ചാണ് ഇക്കാര്യത്തിൽ സർക്കാർ നൽകുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൃത്യമായി എത്ര രൂപ സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ ക്ഷേത്രങ്ങളുടെ തുക കവർന്നെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർക്കല പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളുടെ ഭാഗമായി വരുന്ന സ്ഥലങ്ങളിൽ 1.10 ഏക്കർ ഭൂമി, 1 ഏക്കറിലധികം ഭൂമി ഒരു ക്ഷേത്രത്തിന് മാത്രമായി കൊണ്ടുപോയിരിക്കുന്നു ഹൈവേ വികസനത്തിന് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എത്ര കോടി രൂപ വന്നിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ കഴിയും. സ്വാഭാവികമായും ആലപ്പുഴയിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ തുകയും സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ കൈക്കലാക്കിയിരിക്കുന്ന കോടികളുടെ കണക്ക് അതിനെയും കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കും. 50 കോടി എന്നുള്ളത് നമ്മുടെ ഏകദേശം ഒരു കണക്കാണ്. നേരത്തെ ഏറ്റെടുത്ത ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അങ്ങനെ അനുദിനം പുറത്തു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.